ഇവളെ നോക്കി പറ ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ ശരിക്കും നമ്മുടെ വീട്ടിൽ ആർക്കും അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുന്ന പരിപാടിയോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടുമില്ല. ചെയ്യാനുള്ളൊരു എഫേർട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആരും ഇല്ല. അപ്പോൾ പക്ഷേ ജിത്തുവിൻ്റെ ഇത് പറഞ്ഞപ്പോൾ കേക്ക് കട്ടിയിട്ടുണ്ടോ, കേക്ക് ഒന്നാമത് ആർക്കും വലിയ കേക്ക് ഫാൻസും അല്ല, അതുകൊണ്ട് വേണ്ട എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സർപ്രൈസ് കൊടുത്താലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ആളുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് കേക്ക് വാങ്ങരുത് എന്ന് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ആൾ ഇല്ല, ഇട ദിവസമാണ്, നമുക്ക് ഓഫീസിൽ നിന്ന് വന്ന ക്ഷീണമുണ്ട്, അതുകൊണ്ട് കേക്കിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഫുഡ് കഴിക്കാം എന്നുള്ള മൈൻഡിലായിരുന്നു നമ്മളൊക്കെ പ്രിപ്പയർഡായി വന്നത്. പക്ഷേ നമുക്ക് ഒരു സർപ്രൈസ് പോലെ ചെയ്യാൻ പറ്റിയത് വളരെ ഭംഗിയായിട്ട്. ആളറിയുകയും ചെയ്തില്ല. ഫ്രിഡ്ജിലാണ് ഞാനത് കൊണ്ടുവച്ചത്. പക്ഷേ എന്നിട്ട് ഒരു 10 പ്രാവശ്യം ഫ്രിഡ്ജ് തുറന്നിട്ട് പോലും ആളത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അതിന് ഭംഗിയായിട്ട് ഇസ കൊണ്ടുപോയി ആളെ വിഷ് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വരികയും കൂടി ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉള്ളൊരു പരിപാടിയും കൂടിയായിരുന്നു. പക്ഷേ ആൾക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ എനിക്ക് ആളുടെ വർത്തമാനത്തിൽ നിന്ന് തോന്നി കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്? ബൈ ഫ്രം ജിനിയ ടോണി.